ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി അല്ല, ഇതുപോലെ മെഴുക് വെച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറേ ആയി യൂട്യൂബിൽ കാണുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഞാൻ കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നന്നായി കിട്ടി. വളരെ ഈസിയാണ്. ഫസ്റ്റ് ഒന്ന് ലെവലാവാൻ വേണ്ടി കുറച്ച് പാടുപെട്ടു, പിന്നെ ഒന്ന് ആയിക്കൊണ്ടിരുന്നപ്പം ശരിയായി കിട്ടി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഈ മെഴുക് മെൽറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 4 പീസ് മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെഴുകുതിരിക്കൊന്നും ആവശ്യം വരാറില്ല. അപ്പോൾ ഇതിന് വേണ്ടി കഴിഞ്ഞ ഒരു പാക്കറ്റ് വാങ്ങിയതാണ്. നമുക്കിതൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തിളക്കുന്ന വെള്ളത്തിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, അത് പെട്ടെന്ന് മെൽട്ടായി വരും. കുറച്ച് സമയം ഇവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പകുതി മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ തിരിയൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് കോരിയെടുത്ത് മാറ്റാം. ബാക്കിയുള്ള തിരിയും കൂടി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രയോൺസ്, കുട്ടികളുടെ ക്രയോൺസാണ്. അപ്പോൾ 3 കളറുള്ള ക്രയോൺസ് ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ പ്ലെയിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ 3 ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച മെഴുക് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കി എടുത്താൽ മതി, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. കാരണം കുറച്ച് ക്രയോൺസ് ഞാൻ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും അടുപ്പത്ത് വെച്ച് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ മരക്കമ്പ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്നത് മെൽട്ടായി കിട്ടും. ഇവിടെ ഓറഞ്ച് കളർ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. യെല്ലോ കളറും പിന്നെ ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ പ്ലെയിനായിട്ട് വിടുന്നുണ്ട്, അതൊരു വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നമുക്കിത് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കാം, കാരണം പെട്ടെന്ന് ഇത് തിക്കായി വരും. അപ്പോൾ പിന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റില്ല, വീണ്ടും അത് മെൽട്ടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളത്തിൻ്റെ മേലെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ടും ഒന്ന് മിക്സാക്കി റെഡിയാക്കാം. ഒരൊറ്റ കളർ മാത്രം മതിയെങ്കിൽ നമ്മൾ മെഴുകുതിരി മെൽട്ടാകുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 3 കളറും ചെയ്യേണ്ടതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മെഴുക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ് വാട്ടർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം വേണം, അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. തണുത്ത വെള്ളം എടുക്കുന്നത് നമ്മൾ മെഴുകിൽ കൈ കുത്തുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു നാരങ്ങ ചെടിയുണ്ട്, അതിലാണ് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ഇവിടെ നോക്കിയിട്ട് ചില്ലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് കുറേ ആയി ഇത് വളരാണ്ട് ഇത്ര തന്നെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇതിലാവുമ്പം അതിൻ്റെ ആ ഇലയും കൂടി ഉണ്ടാകുമ്പം കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കുറച്ച് ഇല ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഓരോ ഇല മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്ലവർ ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ട്. നമുക്ക്
ഐസ് വാട്ടറിൽ ആദ്യം നമ്മുടെ വിരലൊന്ന് മുക്കിയിട്ടതിന് ശേഷം മെഴുകിൽ ജസ്റ്റ് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് സമയം പിടിച്ചാൽ മതി. അപ്പോൾ അതവിടെ സെറ്റായി വരും. പതുക്കെ നമ്മുടെ വിരൽ അതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഈസിയാണ് സംഭവം. ഫസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശരിയാവില്ല, പിന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് റെഡിയായി വരും. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ നമ്മുടെ വിരൽ അതിൽ നിന്ന് മാറ്റാം. തണുത്ത വെള്ളത്തിൽ മുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് അവിടെ സെറ്റായി കിട്ടും. അതുപോലെ പെട്ടെന്ന് ചെയ്യണം, കാരണം നമ്മുടെ മെഴുക് ഇല്ലെങ്കിൽ പിന്നെ കട്ടിയായി പോവും. ഇതുപോലെ ആയി കിട്ടും. അപ്പം ഞാനിവിടെ എല്ലാ കളറിലും ഓരോന്നായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുള്ളുണ്ടായതുകൊണ്ട് കുറച്ചൊരു പണിയുണ്ട്. മുള്ള് കൈ തട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ മെല്ലെ ആക്കുന്നത്. ഇതിങ്ങനെ ആക്കിയെടുക്കാൻ നല്ല രസമുണ്ട്. ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതുപോലെ നല്ല ഫ്ലവറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം മെഴുക് ഇങ്ങനെ പുറത്ത് വെച്ചപ്പോൾ ഒന്ന് കട്ടിയായി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് ഒന്നുകൂടെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ശരിക്കും ഒറിജിനൽ ചെടിയിൽ തന്നെ ചെയ്തുകൊണ്ട് ഒന്നും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. വിരലെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് പുറത്തേക്ക് എടുത്താൽ മതി. അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം പെട്ടെന്ന് പൊട്ടി വീഴുക. അതുകൊണ്ട് അനക്കാതെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഒന്ന് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അനക്കിയാൽ ഇത് ഫുള്ള് നിലത്ത് വീഴും. അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ ആ ചെടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കളറായതുകൊണ്ടും നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്ത് വന്നപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടാളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് മെഴുകാന്ന് പറയുന്നത്. അല്ല ഇത് കാണാൻ നല്ല വൃത്തിയുണ്ട്, അതുപോലെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നമ്മുടെ വീട്ടിലൊരു അലങ്കാര വസ്തുവായിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എൻ്റെ അടുത്ത് നിന്ന് കുറേ ഇതുപോലെ നിലത്ത് വീണിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് അനങ്ങുമ്പോൾ തന്നെ അത് നിലത്തേക്ക് പോവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. താങ്ക്